ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മളിപ്പോൾ എത്ര എപ്പിസോഡ് ചെയ്തെന്ന് അറിയാവോ അച്ഛാ? ഇല്ല, എനിക്കും കൃത്യമായ അറിവില്ല. എന്നാലും ഒരു 25, 30, 40 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലേ? തീർച്ചയായിട്ടും ഒത്തിരി എപ്പിസോഡുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ എന്തൊക്കെ പറഞ്ഞു പോയി എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ മറന്നിട്ടുണ്ട്. എന്നാലും കുറേ കാര്യങ്ങൾ അച്ഛൻ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരാറുണ്ട്. അയ്യോ, ഇത് നാളത്തെ എപ്പിസോഡിൽ കേട്ടതാണ്, അല്ലെങ്കിൽ ചിലതൊന്നും കൂടെ കേൾക്കാൻ തോന്നും, പല ആശയങ്ങൾ വരും. അപ്പം ഈ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തമാശയ്ക്ക് ഓരോരുത്തരോട് പറയാറുണ്ട്. നീ എങ്ങനെ ഇവിടെ വരെ എത്തിയതെന്ന് ഓർക്കണം, വന്ന വഴി മറക്കരുത്. അപ്പോൾ ഈ കുടുംബ ജീവിതത്തിൽ നമ്മൾ ചിലരൊക്കെ എല്ലാം മറന്നാണ്. വളർത്തി വിട്ടവരെ മറക്കുന്നു, കല്യാണം കഴിച്ചത് തന്നെ എങ്ങനെയാണെന്ന് മറക്കുന്നവരുണ്ട്, അല്ലെ സഹായിച്ചവരെ, സ്നേഹിച്ചവരെ ഒക്കെ മറന്നുള്ളൊരു ജീവിതമാണ് പലപ്പോഴും പലയിടത്തും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ വളരെ സെൽഫ് സെൻറ്റേഡ് ആയിട്ടൊക്കെ. അപ്പോൾ ഈ ഓർമ്മകൾ ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത, നമ്മൾ ഓർത്ത് വെക്കേണ്ട പലരും ഉണ്ട്, മറക്കരുതാത്ത കാര്യങ്ങൾ. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാലോ? ഈ മനുഷ്യന്റെ ഒരു രോഗമാണ് മറവി രോഗം. ദൈവം മറവിയുള്ളവരെയൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് ബൈബിളിൽ കാണാം. ഉദാഹരണം, ഹാഗാറിന് ഒരു മോൻ ജനിച്ചു, ഇസ്മായിൽ. ജനിച്ചു കഴിഞ്ഞപ്പോൾ ഹാഗാർ യജമാനത്തിയെ മറന്നു. പുച്ഛിച്ച് തലക്കനത്തോടെ ഹാഗാർ ഇസ്മായിലിനെ കൊണ്ട് ഓടി. അപ്പോൾ ദൈവം വിളിക്കുന്നൊരു വാക്കുണ്ട്, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എങ്ങോട്ട് പോകുന്നു? ഏത് കുഞ്ഞിൻ്റെ അമ്മയാണെങ്കിലും നീ ഒരു കൂലിപ്പണിക്കാരിയാ. ആ നിലപാടും മറക്കരുത്. അത് ബോധമുണ്ടായിരിക്കണം. പത്രോസിനുണ്ടായിരുന്നു ഈ തലക്കൻ, കെട്ടുവാനും മുറുക്കുവാനും സമസ്ത അധികാരം. ഇന്നലെ വരെ വെറും 0, ഇന്നൊരു പൊടി ഹീറോ. ഈ തലക്കനത്തോടെ പോകുമ്പോൾ ക്രിസ്തു വിളിച്ചു, യോനായുടെ പുത്രനായ ശീമോനെ, നീ ഏത് മാർപ്പാപ്പയാണേലും നിന്റെ അപ്പൻ്റെ ദേഹത്തുള്ള മത്തിയുടെ ഉളുമ്പിൻ്റെ മണം നീ മറക്കരുത്. അപ്പം ഈ മറവി മനുഷ്യൻ്റെ രോഗമാണ്, പെട്ടെന്നെല്ലാം മറക്കാം. അതെ. അപ്പം ഒരാൾ ഡോക്ടറോട് പറയുന്നത്, എനിക്ക് ഭയങ്കരമായ മറവി, എന്താണ് ലക്ഷണങ്ങൾ? അവൻ്റെ മറവിക്ക് 12 ലക്ഷണങ്ങൾ. എന്തെല്ലാം? ഒന്ന് മറവി, പിന്നെ ബാക്കി 11 ഞാൻ മറന്നുപോയി. ആണ് മറവിയുടെ 12 ലക്ഷണങ്ങൾ. എല്ലാം മറക്കാം. 2 കൂട്ടം മറവി ദാമ്പത്യത്തിൽ സംഭവിക്കാം. ആ മറവികളെ ശ്രദ്ധിക്കണം. ഒന്ന് ചരിത്രപരമായ മറവി, 2 ആത്മീയമായ മറവി. ഇത് രണ്ടും അപകടമാണ്. ഹിസ്റ്റോറിക്കൽ അംനേഷ്യ, ചരിത്രപരമായ മറവി, അത് നമുക്കുണ്ടാകരുത്. എവിടുന്ന് വന്നു, എങ്ങനെ ഇവിടെ എത്തി, ഇതൊക്കെയാണ് അത് മറക്കുന്നതാണ്. 2 ആത്മീയ മറവി, പ്രാർത്ഥനയും മറന്നു, മനസ്സാപ്രകരണം മറന്നു, ഞാമ്പടിയാടി മറന്നു, വിശ്വാസപ്രമാണം മറന്നു. എല്ലാ സ്റ്റാൻഡേർഡും ഉണ്ട്, പക്ഷെ ബേസിക് പ്രാർത്ഥന മറന്നുപോയി. വിഭാഗത്തിൽ നമസ്കാരമൊക്കെ ചോദിക്കുന്നത് മറന്നറിയാൻ വേണ്ടിയാണ്, ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി. അപ്പം ഈ മറവി ബൈബിളിലുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, മരത്തിൻ്റെ മൂട്ടിൽ കോടാലി വീണു. ആ മഴു മറവിയാണ്. അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓർക്കാൻ ആരുമില്ലെങ്കിൽ മറവിയുടെ മഴുവാണ്. തീർച്ചയായിട്ടും. കുർബാനയും കുർസാനും മറന്നുപോയാൽ മറവിയുടെ മഴുവാണ്. നമ്മൾ ഏതവസ്ഥയിൽ നിന്ന് എത്തി എന്നുള്ള വഴി മറന്നു പോകുന്ന മറവിയാണ്. അപ്പം ഇങ്ങനെ പല പല രീതികളിൽ നമുക്ക് മറവികൾ സംഭവിക്കാം, ഒത്തിരി മറവികൾ. അപ്പോൾ ഓരോന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, എവിടെയൊക്കെയാണ് എൻ്റെ മറവി, ഏതെല്ലാം മേഖലകളുടെ ഓർമ്മ ആവശ്യം, മറവി കൊണ്ടാണോ എൻ്റെ കുടുംബം നശിച്ചു പോകുന്നത്. അപ്പോൾ ആ ചിന്തകൾ നമ്മൾ ഒന്ന് പങ്കുവെക്കണം നമ്മുടെ മനസ്സിലൂടെ. എന്നാൽ ചിലത് മറക്കാണ്ട് തൊട്ട് മറക്കത്തും ഇല്ലാത്തവരാണല്ലോ മലയാളികള്. അതെ, അങ്ങനെയും കുറെ കാര്യങ്ങളില്ലേ. ഉണ്ട്. നമ്മൾ പറയല്ലേ, ഈ മറവി വരുന്നത് സത്യത്തിൽ ഒരു നന്ദിയില്ലാഴിക കൂടിയല്ലേ. നമ്മുടെ ഹൃദയത്തിലൊരു നമ്മളെ വളർത്തി വിട്ടവരോട്, മാതാപിതാക്കളോടൊക്കെ നമുക്കൊരു നന്ദി ഉണ്ടെങ്കിൽ ഈ മറവി സംഭവിക്കുമോ? ശരിക്കും നമുക്കൊരു നന്ദിയും കൂടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഈ മറവി വരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. ഈ യാന്ത്രികതയുള്ള ഒരു ജീവിതമാകുമ്പോഴേ മനഃപൂർവ്വം അല്ലാതെ ചിലപ്പോൾ മറവി വന്നു. ചില കാര്യം ഓർത്തു, പക്ഷെ 100 കൂട്ടങ്ങൾക്കിടയിൽ അതങ്ങ് വിട്ടുപോയി. അങ്ങനെ സംഭവിക്കുന്ന ഒരു മറവി നമുക്കുണ്ട്. 100 കൂട്ടങ്ങൾക്കിടയിൽ വിട്ടുപോകുന്ന അവസ്ഥയുണ്ട്. അപ്പം ആ ഒരു മറവിയുടെ ഒരപകടം നമുക്കൊക്കെ സംഭവിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ മാതാപിതാക്കളെ മറക്കുന്നത് വലിയൊരു അപകടമാണ്. നമുക്ക് അവിടെ ഒരു ഓർമ്മ വേണം.
അപ്പൻ്റെ മുഖം അമ്മയുടെ മുഖം. നമ്മളിന്നലെ ഭിത്തിയിൽ രൂപം വെച്ചിരിക്കുന്ന ഫോട്ടോ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പനെ ഓർക്കാൻ, അമ്മയെ ഓർക്കാൻ. പ്രത്യേകിച്ച് കുടുംബത്തിൽ ഒരു വലിയ പ്രശ്നം വരുമ്പോൾ ഒരു സ്ത്രീ അവളെ നൊന്തു പറ്റിയ അമ്മയെ ഓർത്താൽ കുറേ കാര്യങ്ങൾ അതിജീവിക്കാൻ പറ്റും. അമ്മയുടെ സഹനം, അമ്മയുടെ കഷ്ടപ്പാട്, അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന, അമ്മ വരയ്ക്കാൻ പഠിപ്പിച്ച കുരിശ് ഒത്തിരിയുണ്ട്. കൈ പിടിച്ച പള്ളിയിൽ കൊണ്ടുപോയത്, ദുഃഖവെള്ളി, ഈസ്റ്റർ, ക്രിസ്മസിന് കൊണ്ടുപോയത്, ആ ഒത്തിരി ഓർമ്മ അമ്മയെക്കുറിച്ചുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിക്ക് കൂടുതൽ ക്ഷമിക്കാനും സഹിക്കാനും പറ്റും. അതേ സമയത്ത് ഒരു ആണിന് അപ്പൻ്റെ കഷ്ടപ്പാട്, അലച്ചിൽ, അധ്വാനം, പഠിപ്പിക്കാൻ പറ്റ പാട്, സാമ്പത്തികമായ ടെൻഷൻ, പിരിമുറുക്കം, അതിൻ്റെയൊക്കെ നടുവിൽ എല്ലാം മറന്ന് ഞങ്ങളുടെ മക്കളെ നോക്കി അപ്പൻ. ആ ഓർമ്മ മതി ഒരു മകൻ അല്പം കൂടെ നല്ലൊരു ഭർത്താവാകാൻ. ഇപ്പം നമ്മൾ തകർന്നു പോകുമ്പോൾ, ആയിരിക്കേണ്ട തലങ്ങളിൽ നിന്ന് അല്പം ക്ഷയിച്ചു പോകുമ്പോൾ നമ്മളെ ബലപ്പെടുത്തുന്നത് ഈ ഓർമ്മകളാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളെ കുറിച്ചുള്ള ഓർമ്മ നമ്മളെ ഒരുപാട് ശക്തിപ്പെടുത്തും. പെട്ടെന്ന് ഒരു പോസിറ്റീവ് തരംഗം അവരിലൂടെ നമ്മിലേക്ക് വരും. എന്തുകൊണ്ടാണ് ഭിത്തിയിലൊക്കെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ മരിച്ചപ്പം ഫോട്ടോ വെക്കുക? അതിൻ്റെ അർത്ഥം ഞാൻ ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല, ഭൂമിയിൽ നിന്ന് മുളച്ചതല്ല, ഒരപ്പൻ്റെ അമ്മയുടെയും ബാക്കിയാണ് ഞാൻ, അപ്പൻ്റെ അമ്മയുടെയും ബാക്കിയാണ് ഞാൻ. അപ്പം ആ ഒരു ചിന്ത ജീവിതത്തിൽ വേണം. ചില വീട്ടുപേരൊക്കെ മറന്നിട്ട് ടോണി വില്ല, തോംസൺ വില്ല, ചാക്കോ ഭവൻ എഴുതി വെക്കും. ഇവൻ മാത്രമേ ഉള്ളൂ ആ കുടുംബത്തിൽ. അവൻ്റെ അപ്പൻ അമ്മ ഒക്കെ ഇല്ലേ, എല്ലാം വന്നിട്ട് എല്ലാം ഉണ്ടാക്കിയ ഞാൻ. ഈ അപ്പനുമില്ല, അമ്മയില്ല. വീട്ടുപേരിരുന്ന് മോശമായിട്ട് പറയില്ല, അതിനകത്തൊരു സംസ്കാരത്തിൻ്റെ ഒരു അഴികൽ അവിടെയുണ്ട്. വീട്ടുപേരുകൾ സൂക്ഷിക്കണം, കളയാതെ സൂക്ഷിക്കണം. ഏതെങ്കിലും വീട്ടുപേര് മാറി കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സ്ഥലം മാറുമ്പം വീട്ടുകാരന് ഒരു വെയിറ്റ് ഇല്ല, അപ്പോൾ ഞാൻ പുത്തൻ വീട്ടുപേരുണ്ടാക്കുക, അതൊക്കെ സത്യം പറയുന്ന ഒരു സംസ്കാരമില്ലായ്മയുടെ ഒരു ഭാഗവും കൂടെ. അത് നമുക്ക് ഒരപ്പൻ, അമ്മ, ഒരു കുടുംബ പേര്, അത് കളയാതെ സൂക്ഷിക്കണം. മരിച്ചാലും നിത്യം ജീവിക്കുന്ന എപ്പോഴാണ്? മക്കളുടെ മക്കളിലൂടെ ഈ പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തുടരുമ്പോഴാണ്. അപ്പോൾ അവിടെ അടിസ്ഥാനപരമായ ഒന്നാണ് മാതാപിതാക്കളെ ഓർക്കുക, ഓർത്തുകൊണ്ട് ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പം ഒരു ഡൈവോഴ്സ് എന്ന് പറയാൻ പറ്റുകയില്ല, വെട്ടൊന്ന് മുറി രണ്ട് തീരുമാനിക്കാൻ പറ്റുകയില്ല. ചില കാര്യങ്ങൾ ശരിയല്ല എന്നുള്ള ഓർമ്മ തരുന്നത് അപ്പനെയും അമ്മയും ഓർമ്മിക്കുമ്പോഴാണ്. അതുപോലെയാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ ഈ ഒരു ആശീർവാദം ഉണ്ടല്ലോ, ആവശ്യ നേരത്ത് നിങ്ങളെ സഹായിക്കാൻ ദൈവം ഒരുപാട് സുഹൃത്തുക്കളെ തന്നെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പേര് ഇങ്ങനെ നമുക്ക് ചിലർ മുറിവ് തന്നിട്ടുണ്ട്, ചിലർ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും അവരെയൊക്കെ മറന്നു പോകാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങളിലൊക്കെ നമ്മളൊന്ന് കുറച്ചുകൂടെ ഒരു ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ വരണ്ടേ? അത് ഈ മുറിവ് തന്നവരും സന്തോഷം തന്നവരും ഒക്കെ നമ്മളെ സ്വാധീനിക്കുന്നവരാണ്. മുറിവ് തന്നവരെ നമ്മൾ എന്തോ ഒരു വിരുദ്ധ ശത്രുപക്ഷമായിട്ട് കാണേണ്ടതില്ല. അവർ മുറിപ്പെടുത്തിയതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ചത്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഒരു മുള്ള് ഉണ്ട്, ആ മുള്ള് എൻ്റെ കർത്താവിനോട് എന്നെ ചേർത്ത് വെക്കുന്ന ഒരു മുള്ളാണ്. ഇപ്പം ജീവിതത്തിൽ ഒരാൾ മുറിവ് തരുമ്പോൾ ഓർക്കണം, നെഗളിയാകാതിരിക്കാൻ, അഹങ്കരിക്കാതിരിക്കാൻ ദൈവം വിളിക്കുന്ന ഒരു വിളിയാണ്. എല്ലാവരും പൊക്കി പറയുമ്പോൾ, ഒരാൾ അല്പം മോശം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വാടരുത്. കാരണം അതൊരു ഡിവൈൻ ഇക്വിലിബ്രിയമാണ്, ദൈവം നടത്തുന്നൊരു സന്തുലനാവസ്ഥയാണ്. എൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ, എൻ്റെ ജീവിതം തകരാതിരിക്കാൻ ദൈവം തരുന്നതാണ്. അപ്പം മുറിവ്, അപ്പം അങ്ങനെ തരുന്നവരെ നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ക്രിസ്തു കുരിശിൽ പ്രാർത്ഥിച്ചതുപോലെ, പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ, ആ ഒരു പ്രാർത്ഥന. ഇനി സന്തോഷം തരുന്നവരുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ദൈവമെല്ലാം കാണുന്നുണ്ട്, ദൈവമെല്ലാം അറിയുന്നുണ്ട്. അപ്പം അതിൻ്റെ അടയാളം പഠിച്ചാൽ മനുഷ്യരെ പറഞ്ഞു വിടുന്നു, നന്മ പറയാനും നല്ല വാക്ക് പറയാനും ഒക്കെ ആയിട്ട്. അപ്പം രണ്ട് കൂട്ടരുമുണ്ട്, മുറിവ് തന്നവരും സന്തോഷം തന്നവരും. ഈ രണ്ട് കൂട്ടരും എന്നെ അനുഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ചുമ്മാ ഇരിക്കുമ്പം, വെറുതെ ഇരിക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥനയല്ല, ഒറ്റയ്ക്കിരിക്കുമ്പം ഓരോരുത്തരും ജീവിതത്തിൽ ഇന്ന് വരെ മുറിപ്പെടുത്തിയവരും സന്തോഷം തന്നവരും രണ്ട് കൂട്ടരെയും മാറി മാറി ഓർക്കണം. അങ്ങനെ ഓർമ്മിക്കുമ്പം ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റും, മുറിവ് തന്നവരാണ് എന്നെ ഒരുപാട് തിരുത്തിയവരും എൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയവരും. സന്തോഷം തന്നവരെന്നെ സാന്ത്വനപ്പെടുത്തി, പക്ഷെ മുറിവ് തന്നവരെന്നെ ഒരുപാട് തിരുത്തി ദൈവവഴിയിലേക്ക് കൊണ്ടുവന്ന് നടത്തിയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ 100 കൂട്ടം കാര്യങ്ങൾ ആ പോട്ടെ, അങ്ങനെ വെക്കരുത്.
ഇരുന്ന് ഓർത്ത് ധ്യാനിച്ച് മുറിവുകളിൽ നമ്മൾ സൗഖ്യം നേടണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? 2024 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഒരാൾ എന്നെ പോടാ എന്ന് പറഞ്ഞു. അരിശമുണ്ട്, ആരോടും പോട്ടെ. പക്ഷേ 2035 ഓഗസ്റ്റ് 1 ഞാൻ പോടാന്ന് പറഞ്ഞവനോട് അതേ മറുപടി നീ പോടാ എന്നുള്ള മറുപടി പറയും. കാരണം വെറുപ്പുള്ളി വെച്ചുകൊണ്ടിരിക്കും. സൗഖ്യം കിട്ടിയില്ലേ മുറിവ് ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് ഭാര്യ ചിലപ്പോൾ എന്നെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. ചില വാക്ക് പറഞ്ഞു, കുറ്റം പറഞ്ഞ്, കുറവ് പറഞ്ഞ്, പോരായ്മ പറഞ്ഞ് മുറിപ്പെടുത്തി. അങ്ങ് പോട്ടെ എന്ന് വെച്ച് പോയാൽ പോരാ. ആ മുറിവ് ദൈവം എന്തിനു വേണ്ടി തന്നു എന്ന് ഒന്ന് ചുമ്മാ ചിന്തിക്കണം ഭർത്താവ്. അങ്ങനെ ചിന്തിച്ച് ഹീലിംഗ് നടത്തണം. ഭർത്താവിനോട് ചുമ്മാ അകാരണമായി കോപിച്ചു, ശോഭിച്ചു, ഒത്തിരി മനുഷ്യൻ മുറിവ് വന്നു. അപ്പം അത് സാരമില്ല, പോട്ടെ എന്നല്ല. എന്തിനാ കെട്ടിയവൻ ആ മുറിവ് തന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് ശാന്തമാക്കി ഒരു ഇന്നർ ഹീലിങ്ങിലേക്ക് നമ്മൾ വരണം. ഇപ്പം മുറിവ് വന്നവരും സന്തോഷം വന്നവരും നമ്മുടെ വളർച്ചയിൽ ഒരുപോലെ പ്രവർത്തിച്ചവരാണ്. ആ രീതിയിൽ നമ്മൾ കാണുമ്പം അല്പം കൂടെ സന്തോഷത്തോടെ എന്നെ മുറിപ്പെടുത്തിയ പങ്കാളിയെ, അവളുടെ വീട്ടുകാർ, അവൻ്റെ വീട്ടുകാർ എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റും. അതാണ് ആ ഓർമ്മ വേണം നമുക്ക്. അതുപോലെ നമ്മൾ ഓർക്കേണ്ട ഒരു ആൾക്കാരാണ് നമുക്ക് ഉപകാരങ്ങൾ ചെയ്തവർ. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല നമ്മളെ പല രീതിയിൽ സഹായിച്ചിട്ടുള്ളവർ. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, നമ്മളൊരാൾക്ക് ഒരു ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ അവർ തിരിച്ച് നമ്മളെ പിന്നീട് ഹെൽപ്പ് ചെയ്യണമെന്ന്. പക്ഷെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുമില്ല. നമ്മൾ ഹെൽപ്പ് ചെയ്തവർ തിരിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. വേറെ ആരെങ്കിലും വഴിക്കായിരിക്കും ഒരു സഹായം ദൈവം നമുക്ക് തരിക. അപ്പം നമ്മളെ സഹായിച്ചവരെ ശരിക്കും നന്ദിയോടെ ഓർക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ. അതെപ്പോഴും നമ്മൾ ഈ അഹം എന്ന സിനിമയിലെ മോഹൻലാൽ പാടുന്ന പാട്ടുണ്ട്, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ട. ഒരുപക്ഷെ ഇന്ന് നന്ദികേടിൻ്റെ ലോകത്ത് നമ്മൾ ജീവിക്കാം. ആരെല്ലാം നമ്മൾ ഉയർത്തിയോ അവരെ മറക്കാം. നൊന്തു പറ്റിയ അമ്മയെ മറക്കാം, വളർത്തിയ അപ്പനെ മറക്കാം. എല്ലാവരെയും മറന്നിട്ട് സ്വന്തം രാജ്യത്ത് പോയി ഭാര്യയും മക്കളും കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങ് സുഭിക്ഷമായി അങ്ങ് ജീവിക്കും. ഒരു ഫോൺ വിളിയില്ല, തിരിച്ചു നോട്ടമില്ല. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ചിലപ്പം അമ്മയോ അപ്പനെയോ ഒന്ന് ഫോണിൽ കൂടെ പോലും കേൾക്കാൻ സമയമില്ല. അതുപോലെ തിരക്കോട് തിരക്ക്. ഒരമ്മ മോനോട് പറയാം, മോനെ നീ എന്നാടാ വിളിക്കാത്തതെന്ന് ചോദിച്ചു. എൻ്റെ അമ്മയെ ഫോൺ വിളിക്കുന്നതിനൊക്കെ എന്തായാലും കാശാവും. അവൻ UK എന്നാണ് അമ്മയെ വിളിക്കുന്നത്. അമ്മ പറയുമ്പോൾ അത്രയും പഞ്ഞമാണ് മോൻ പോരെ, തട്ടുകട നടത്തിയാലും ഫോൺ വിളിക്കാനുള്ള കാശ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും, ഇത്രയ്ക്കും ക്ഷാമമാണെങ്കിൽ. അങ്ങനെ പറയുന്ന അമ്മയുണ്ട്. അപ്പം ജീവിതത്തിൽ നമുക്ക് ഒരു നന്ദി എല്ലാവരോടും, എന്തെല്ലാം ഉപകാരം ചെയ്തവരോടൊക്കെ നമുക്ക് ഒരു നന്ദിയും, അവരൊക്കെയാണ് എന്നെ വളർത്തിയവർ എന്നുള്ള ഒരു തിരിച്ചറിവും നമുക്ക് വേണം. ഒരുപക്ഷെ നമുക്കൊരു വാർദ്ധക്യമാകുമ്പം അവരുടെ കുഞ്ഞുങ്ങളെ വിളിച്ചില്ലെങ്കിൽ അന്ന് തോന്നും ഈ നൊമ്പരം എന്താണെന്നുള്ളത്, ഈ വേദന എന്താണെന്നുള്ളത് അന്നേ തിരിച്ചറിയത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു രീതി നമുക്കരുത്. പ്രത്യേകിച്ച് ഈ നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്തവരുണ്ടോ അവരെ, കരിവേപ്പല തന്നവരെ പോലും നമ്മൾ മറക്കരുത്. ഒരുപക്ഷെ നമ്മൾ നോക്കി ചിരിച്ചവരാകാം, മറക്കരുത്. അങ്ങനെ മറന്നിട്ട് നമ്മൾ എന്നാ നേടിയാലും അവസാനം അത് ശാശ്വതമാകുകയല്ല. നമ്മളെ മുറിപ്പെടുത്തുന്ന നൊമ്പരങ്ങൾ നമുക്ക് ബാക്കി ലഭിക്കും. ഓർമ്മയെ ജീവിക്കുന്നവർക്ക് ഒരുപാട് അനുഗ്രഹം കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് സാധിക്കുക, പ്രത്യേകിച്ച് ഒരു കുഞ്ഞു നന്മ, മുട്ടുസൂചി വേണ്ട നന്മ ചെയ്തോ അവസാനം വരെ അവരെ നമ്മൾ ഓർത്തോണം. ആ ഓർമ്മ ഒരു ഭാഗ്യമായി, അനുഗ്രഹമായി നമ്മുടെ വീട്ടിൽ വരും. ഞാൻ പറയാം, ഇങ്ങനെ ഓർക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരെ ഓർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവരെ ഇടയ്ക്കൊന്ന് വിളിക്കുക, അല്ലേ? അതുപോലെ ഇപ്പം ചിലർ പറയാറുണ്ട്, ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാരണവന്മാരെ ഒന്നും കാണാനോ, ബന്ധുക്കളാണെങ്കിലും ഒരു പ്രായം 10-70 വയസ്സുള്ള മാതാപിതാക്കളൊക്കെ ആണെങ്കിൽ, സ്വന്തം മാതാപിതാക്കളല്ല അടുത്തുള്ളവരും ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ വണ്ടി ഒന്ന് ബ്രേക്ക് അവിടെ ചവിട്ടി ഒരു 5 മിനിറ്റ് അവരെ ഒന്ന് കയറി കണ്ടുപോകുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. അതൊക്കെ കൂടെ ചെയ്യണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ്. അവർ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് അതൊക്കെയല്ലേ. നമ്മൾ പറയാ എനിക്ക് 5 ഭാഷ അറിയാം, പക്ഷെ ഊമനാ ഒരു കാര്യമില്ല. അതെ, ഭാഷ പറഞ്ഞാലല്ലേ ഭാഷയ്ക്ക് ബലമുള്ളൂ. സ്നേഹത്തിൽ ഊമരായിരിക്കാൻ പാടില്ല, അത് പ്രകടിപ്പിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് രോഗവാർഡ് എടുക്കുന്ന അപ്പനമ്മമാരെയൊക്കെ ഇടയ്ക്ക് സന്ദർശിക്കുകയും വർത്താനം പറയുകയും, വിദേശത്ത് ജോലിയാണ് എപ്പോഴും വരാൻ പറ്റിയല്ല, പക്ഷെ ഫോൺ വിളിച്ച് ആ സ്വരം കേൾക്കണം. മരിച്ചു കഴിഞ്ഞിട്ടൊരു വണ്ടിച്ചക്രം റീത്ത്
നെഞ്ചത്ത് വെക്കുന്നതിനേക്കാൾ ഭേദം ജീവിക്കുമ്പം റോസപ്പൂ കൈ കൊടുക്കുന്നതാണ്. അതെ. പലപ്പോഴും മരണശേഷം ഭയങ്കര ഓളവും പരസ്യവും എല്ലാ അലങ്കാരവും എല്ലാം ഒരർത്ഥമില്ല. ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നോ അതിനകത്ത് അർത്ഥമുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുക, എൻ്റെ അമ്മയ്ക്ക് തലവേദനയായിരുന്നു. തലവേദന കൊണ്ട് അമ്മ വല്ലാതെ അങ്ങ് വന്നു, എൻ്റെ മോനെ ഗുളിക മേടിക്കാമെന്ന് ചോദിച്ചു. അത്രയും കാര്യമായിട്ട് എടുത്തില്ല. ഞരമ്പ് പൊട്ടുന്നു പറഞ്ഞപ്പോൾ ഈ മോൻ ഓടിപ്പോയി ബ്രൂഫൻ ഗുളിക മേടിച്ചു വേദന തരാൻ വേണ്ടി. ഗുളിക കൊണ്ടുവന്നപ്പോഴത്തേക്ക് അമ്മ മരിച്ചു കിടക്കുക. അപ്പോൾ അവന് ഭയങ്കര ചിന്ത. പിന്നെ പരിഹാരം എന്താ? ഓരോ വർഷവും അമ്മയുടെ മരണദിനത്തിൽ ഒരു 100 ബ്രൂഫൻ ഗുളിക കൊണ്ട് വെക്കുന്നതിനകത്ത് ഒരർത്ഥമില്ല. അല്ല, ജീവിച്ചപ്പം കൊടുക്കേണ്ട ഗുളിക കൊടുത്തില്ലെങ്കിൽ മരണശേഷവും ഒരു കാര്യമില്ല. അപ്പം സ്നേഹം പ്രകടിപ്പിക്കണം, ചെയ്യണം. ചിരി, സ്പർശനം, സാന്നിധ്യം, സാമീപ്യം ഇതെല്ലാം കൊടുത്ത് പ്രകടിപ്പിക്കണം. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഗ്രാൻഡ് പേരൻസിനെയൊക്കെ വിളിക്കാൻ കൊച്ചുമക്കളെ നിർബന്ധിക്കണം. അവർക്കറിയില്ല, അവർക്കതൊന്നും കുറച്ചൊരു പ്രായത്തിൽ, ഇവരൊരു ടീനേജ് അങ്ങനത്തെ ഒരു പ്രായത്തിലൊന്നും ഇവരുടെ ഉള്ളിലൊന്നും ഈ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിൻ്റെ ഒന്നും ചിന്തകളൊന്നും ഇല്ല. ശരിക്കും കുഞ്ഞുനാളിലെ വലിയ സ്നേഹമായിരിക്കും. അപ്പം ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പറയാറുണ്ട് മക്കളോടൊക്കെ, ഞായറാഴ്ച ഒരു ദിവസമെങ്കിലും നിങ്ങളെല്ലാ ഗ്രാൻഡ് പേരൻസിനെ എല്ലാവരും ഒന്ന് വിളിക്കണം, നിങ്ങളുടെ ഒച്ച അവർക്കൊന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ശരിക്കും അങ്ങനെയൊക്കെ നമ്മൾ സമയം കണ്ടെത്തണമെന്ന് എനിക്ക് തോന്നുന്നത്. ഓരോന്നും കൃത്യമായിട്ട് അറിയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞും പറിക്കുക. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് എല്ലാം നീഡ് വൈസ്, അല്ലെങ്കിൽ നീഡ് വൈസ് ആണല്ലോ ടൈമൊക്കെ. ഇതൊക്കെ ഒരു വേസ്റ്റ് അല്ലേ? ഇങ്ങനെ വിളിച്ചൊരു വെറുതെ ചിറ്റ്ചാറ്റും അല്ലെങ്കിൽ വെറുതെയുള്ള കുശലാന്വേഷണത്തിനൊന്നും സമയം ഇല്ല എന്ന് പറയുന്നിടത്ത് ഈ ഓർമ്മപ്പെടുത്തൽ വളരെ നന്നായിട്ടുണ്ട്. അച്ഛൻ ഏതായാലും പറഞ്ഞ ഈ ഓർമ്മപ്പെടുത്തൽ ഒരു വലിയ നല്ല പോയിന്റാണ്. പിന്നെ ഞാൻ ഓർക്കുവാണ്, നമ്മൾ ഈ ഓർമ്മകൾ നമുക്ക് വേണമെന്ന് പറയുമ്പം ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഓർക്കാറില്ല. നമ്മൾ പല കാര്യങ്ങളിലും, പല രോഗാവസ്ഥയിലും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നമുക്കെപ്പോഴും പരാതിയാണല്ലോ, നമുക്കത് സംഭവിച്ചില്ല, ഇത് സംഭവിച്ചില്ല എന്നൊക്കെ. പക്ഷെ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലൊരു ആത്മീയ ജീവിതത്തിന് നല്ലതല്ലേ ശരിക്കും? അതുകൊണ്ടാണ് ബൈബിളിലെ ഒരു ആത്മീയ ഗ്രന്ഥമായ സങ്കീർത്തനം, അത് ദൈവം അതിനകത്തൊന്നും മിണ്ടുന്നില്ല, മുഴുവൻ മനുഷ്യൻ്റെ വർത്തമാനമാണ്. ദൈവം നയിച്ച വഴികളെ ഓർത്ത് മനുഷ്യൻ പറയുന്ന നന്ദിയുടെ വാക്കുകളാണ് സങ്കീർത്തനം മുഴുവൻ. കർത്താവ് നല്ലവനാണ്, നിങ്ങൾ തന്നെ അനുഭവിച്ചറിയവൻ, ഇതൊക്കെ നന്ദിയാണ്. ഇപ്പം നമ്മുടെ ദൈവം നടത്തിയ വഴിയുണ്ട്. ജീവിതത്തിൽ എന്തെല്ലാം കുറവുണ്ടെങ്കിലും ദൈവം എനിക്ക് തന്ന ഭർത്താവ് ദൈവം നടത്തിയ വഴിയാണ്. ദൈവം തന്ന ഭാര്യ ദൈവം നടത്തിയ വഴിയാണ്. മക്കളില്ലേ? ദൈവത്തിൻ്റെ വഴി. മക്കളുണ്ടോ? ദൈവം നടത്തിയ വഴി. ആ തിരിച്ചറിവുകൾ എപ്പോഴും നമുക്ക് വേണം. തമ്പുരാൻ്റെ പരിപാലനയും അവിടുത്തെ നടത്തിപ്പുമൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിയുക. അങ്ങനെ അറിഞ്ഞ് ജീവിച്ച് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. പലതും ഓർത്താൽ മതി. ഒന്നുമില്ലായ്മയും ദൈവം എന്നെ എവിടെയെല്ലാം എത്തിച്ചു. ഞാൻ ഒരിക്കലും ഓർത്തിരുന്നില്ല ഇതുപോലെ അച്ഛനായിട്ട് ഇങ്ങനെയൊക്കെ വരുമെന്ന്. കഷ്ടപ്പനെടുത്ത് വലിയ തോവാള ഒരു കൊച്ചി ഗ്രാമത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ അങ്ങ് ജീവിച്ചപ്പം 10 പഠിച്ചു, ജയിച്ചു, ഒന്നും പ്ലാനില്ല. പക്ഷേ ദൈവം കൊണ്ടുവന്ന വഴികൾ, അപ്പം ആ വഴികളിൽ ധിക്കാരം കാണിക്കാതെ യേശു പറഞ്ഞ് കൂടെ നിന്നിട്ടുണ്ട്. ഞാൻ സഹകരിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ ദൈവം നടത്തുകാരുന്നു. അങ്ങനെയാണ് അബ്രഹാമിനെ പണ്ട് നടത്തിയത്. ഓരോ കുടുംബവും അങ്ങനെ. ആരും ഓർത്തേക്കല്ലേ BC 1850 കാലഘട്ടത്തിൽ അല്ലെ 800 കാലഘട്ടത്തിൽ ജീവിച്ച ഒരു അബ്രഹാമിൻ്റെ കുടുംബം, ആ കുടുംബം ഇന്ന് മാത്തുക്കുട്ടിയുടെയും മേരിക്കുട്ടിയുടെയും കുടുംബം തന്നെയാണ്. അത് ജോണിയുടെയും ലൂസിയുടെയും കുടുംബം തന്നെയാണ്. അത് യോസേപ്പിൻ്റെയും മേരിയുടെയും കുടുംബം തന്നെയാണ്. പണ്ടത്തെ ഒന്നല്ല, ഇന്ന് നടത്തി ലോകാവസാനം വരെ നടത്തിപ്പ് തുടരുകയും ചെയ്യും. ഞാൻ അവസാനമായിട്ട് ഓർക്കേണ്ട ഒരു കൂട്ടരെ ഓർക്കണം. നമ്മളെപ്പോഴും കുർബാനയിലൊക്കെ പറയാറുണ്ട് പൂർവ്വപിതാക്കന്മാരെ. അത് വളരെ പ്രധാനപ്പെട്ടാണ്. മരിച്ച വിശ്വാസികളെ ഓർക്കുന്ന ഒരു പ്രവണത നമ്മൾ കത്തോലിക്കർക്കിടയിൽ, അല്ലെ എല്ലാവർക്കിടയിൽ, എല്ലാവരും ഉണ്ട്. ഇന്ന് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അത് എന്തിനാണ് ശരിക്കും എന്നൊരു ചോദ്യം ചിലപ്പം പുതിയ തലമുറയ്ക്ക് ഉണ്ടാവാം. ഈ മരിച്ചവർ നിത്യമായി നമ്മളിൽ നിന്നും മറഞ്ഞു പോയവരല്ല, അവർ കടന്നുപോയവരാണ്. ഒരു ലോകം വിട്ട് മറ്റൊരു ലോകത്തിലേക്ക് കടന്നു പോയതാ. ഒരാള് ജീവിതകാലത്ത് സ്വർഗത്തിൽ വിശ്വസിച്ചാൽ നീ വിശ്വസിക്കുന്നത് നീ പ്രാപിക്കുമെന്നാണ്. അവൻ സ്വർഗത്തിൽ ചെല്ലും. മോക്ഷത്തിൽ വിശ്വസിച്ചാൽ ആ മോക്ഷത്തിൽ ചെല്ലും. ഒന്നുമില്ലാന്ന് പറഞ്ഞാൽ അവൻ ഒന്നുമില്ലായ്മയിലായി പോകും. അതാണ് നമ്മൾ ഒന്നുമില്ലാതെ പോകുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ
ദൈവത്തിന്റെ പകലിരിക്കുന്ന അവരെ ഓർക്കുമ്പോൾ അവർ അവിടെ ഇരുന്ന് നമ്മളെ ഓർക്കും. അതാണ് മരണാനന്തര പ്രാർത്ഥന. മരിച്ചുപോയ എൻ്റെ അപ്പനെ അമ്മയെ ഞാൻ ഓർക്കുമ്പോൾ അവർ സ്വർഗത്തിലിരുന്ന് എന്നെ ഓർക്കും, എൻ്റെ ജീവിതത്തെ ഓർക്കും. ഇതാണ് മരിച്ചവർക്കുള്ള പ്രാർത്ഥനയുടെ ഒരു ഫലമെന്ന് പറയുക. അവരെ പ്രാർത്ഥിക്കുമ്പോൾ തലമുറകളുടെ അനുഗ്രഹം, പൂർവികളുടെ അനുഗ്രഹം കുടുംബത്തിലേക്ക് ലഭിക്കുന്നു. നമ്മൾ നമ്മുടെ മക്കളും ഭാഗ്യമുള്ളവരായിട്ട് മാറുന്നു. അപ്പം നമ്മൾ ഓർക്കണം, മരിച്ചാലും നിത്യം ജീവിക്കുമെന്നല്ലേ. അപ്പം മരണമടഞ്ഞവർ മഞ്ഞുപോയിട്ടില്ല, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ല, പക്ഷെ വേറൊരു സാന്നിധ്യമായിട്ട് അവരുണ്ട്. അവരെ ഓർക്കുമ്പോൾ അവരുടെ അരൂപിയും അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനയും ദൈവം മുമ്പാകെ നമുക്ക് വേണ്ടി ഉണ്ടാവും. നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും അത് നമുക്കൊരു വലിയ ബലവുമാണ്. അങ്ങനെയാണല്ലോ പറയാം, മാതാപിതാക്കളും ഒക്കെ നമ്മളെ മരിച്ചുപോയവർ ഒത്തിരി അനുഗ്രഹിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ ഏതായാലും നല്ലൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഈ എപ്പിസോഡ്. ഓർക്കേണ്ടവരെ ഇന്ന് തന്നെ പോകുന്ന വഴിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാനും ഓർക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മള് ദൈവം നടത്തിയ വഴികളെയൊക്കെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് നന്ദി പറയുന്നത് സത്യം പറഞ്ഞാൽ വലിയൊരു സ്ട്രെങ്ത് ആണ്. ഓരോ ദിവസം മുമ്പോട്ട് പോകാനൊക്കെ പലതിനെ കുറിച്ചും പരാതി പറയുമ്പം, പല കാര്യങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ നെഗറ്റീവായി മാറുമ്പം, ദൈവം നടത്തിയ വഴികളും നമുക്ക് നൽകിയ ഉപകാരങ്ങളും ഇതുവരെ എത്തിച്ചതും ഒക്കെ ഓർക്കുമ്പം ഒരു വലിയ സ്ട്രെങ്ത് ജീവിതത്തിൽ കിട്ടും. അപ്പൊ ഏതായാലും ഈ ഒരു എപ്പിസോഡ് വളരെ ഉപകാരമായിട്ടുണ്ട് എല്ലാ പ്രേക്ഷകർക്കും. അപ്പൊ അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. താങ്ക് യു അച്ഛാ. താങ്ക് യു.